വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോവുകയാണ്. വർക്കല ട്രെയിൻ ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ഈ വിവരം നൽകിയത്. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ട്. കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. അതീവ ഗുരുതരമാണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനില എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത്. അല്പസമയം മുൻപ് ഈ ശ്രീകുട്ടിയുടെ അമ്മയും ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. 20ഓളം പരിക്ക് ശരീരത്തിലുണ്ട്. തലക്കടക്കം ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നില്ല എന്ന് കുടുംബം അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്നത്. അതീവ ഗുരുതരമാണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനില എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ്, ഇന്നലെ രാത്രിയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. കേരള മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വീണ്ടും കേരളത്തിൽ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു ട്രെയിനിൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് നേരെ അക്രമം ഉണ്ടാകുന്നത്. ആ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ചികിത്സയിലാണ്. ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ റെയിൽവേ പറഞ്ഞത് ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട്, വലിയ പരിക്കുകളല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വരുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ശ്രീകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്, അമ്മയടക്കം പറഞ്ഞത്, ഈ തന്റെ മകളുടെ നേരിട്ട് മകളെ കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് മകളുടെ ജീവൻ നിലനിർത്തുന്നത്. ശരീരത്തിൽ തൊടാൻ പോലും കഴിയാത്ത തലത്തിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മികച്ച ചികിത്സ ഈ കുട്ടിക്ക് വേണം. മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മികച്ച ചികിത്സ വേണമെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. അത്രയേറെ ഗുരുതരമാണ് പരിക്കെന്നാണ് പറഞ്ഞത്. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വാദങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം പൂർണ്ണമായും കുട്ടിയുടെ കുടുംബം തള്ളുകയാണ് ചെയ്തത്. 20 മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. അതിൽ തലയ്ക്ക് പരിക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു. സനിസയുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. സനിസ, ഏറ്റവും പുതിയ വിവരം എന്താണ്? മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് എന്താണ്? ആരോഗ്യനില എങ്ങനെയുണ്ട് ശ്രീകുട്ടിക്ക്? മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പെൺകുട്ടിയുടെ ആരോഗ്യനില അതിഗുരുതരമായി തന്നെ തുടരുകയാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടാതെ തന്നെ തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റിട്ടുണ്ട്. തലക്കേറ്റ ക്ഷതത്തിനുള്ള ചികിത്സ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്നതിൽ പോലും ഒരു വ്യക്തത വരുത്താൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനടക്കം കഴിഞ്ഞിട്ടില്ല. അത് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കുമെന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് ഈ ക്ഷതത്തിനുള്ള ചികിത്സ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടി അതിഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയേണ്ടത് ഇന്നലെ റെയിൽവേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ്. കാരണം കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കുട്ടിയുടെ വർക്കല ട്രെയിൻ ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മീഡിയ വണ്ണിനോട് പറഞ്ഞത്. സനിസയാണ് സൂപ്രണ്ടുമായി സംസാരിച്ചത്. സനിസ വാർത്തയുടെ വിവരങ്ങളാണ് നൽകിയത്. ഉടൻ തന്നെ സനിസയിലേക്ക് വരാം. തലയ്ക്ക് ഗുരുതരമായി ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ 4 മണിയോടുകൂടെ വരും. ഈ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് ഇന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകിയ വിശദീകരണം. എന്നാൽ കുടുംബം പറയുന്നത് ആരോഗ്യ നിലയിൽ പുരോഗതിയില്ല, ഈ ചികിത്സയിൽ തൃപ്തരല്ല എന്നാണ് ശ്രീകുട്ടിയുടെ അമ്മയടക്കം പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് വേഗം പോയി വരാം. അവസ്ഥ എന്ന് പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക. ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. അവര് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ 1 മണിക്ക് അവർ ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും സമയമായില്ലേ, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്, അതെനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോൾ ഫുൾ ഐസാണ്, ഒത്തും ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. 20 മുറിവുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന്റെ ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെ ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. ഇപ്പോൾ തല ഉൾപ്പെടെ തലയിൽ 2 മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിലും നെറ്റി സൈഡിലും. ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്.
ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്നു, മൂക്കിൽ കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, ശ്വാസം എടുക്കുന്നുണ്ട്, വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവർ ശ്വാസം എടുക്കുന്നുണ്ട്. മൊത്തം ബോഡി തണുത്തിട്ടുണ്ട്. അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പറയുകയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ളൊരു പേടിയാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിനി എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ, എനിക്കൊരു വളർന്നുമില്ല, ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. അല്ല 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 ഞാൻ ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെ നെഞ്ചിൽ കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്.